Hi, good evening. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയിലെ ട്രേഡിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് മാർക്കറ്റ് ആക്ച്വലി ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ്. 25,950 ആ റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മോർണിംഗ് ഡയറക്ഷൻ ഡൗൺ സൈഡിലേക്കാണ് മൂവ് ചെയ്തത്. നമ്മൾ വെയിറ്റ് ചെയ്തു, റിവേഴ്സൽ ട്രേഡ് പിക്ക് ചെയ്യാനായിരുന്നു വെയിറ്റ് ചെയ്തത്. ഞാൻ ലോവർ ടൈം ഫ്രെയിം കാണിച്ചു തരാം. 25,900 ആ റേഞ്ചിൽ നിന്ന് 900 ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അതിന് മുന്നേ റിവേഴ്സൽ കാണിച്ച സമയത്താണ് ട്രേഡ് എടുത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രേഡ് നമുക്ക് ജസ്റ്റ് എസ്സിൽ സീപ്പ് ചെയ്തു. അതിനുശേഷം അപ്സൈഡിലേക്ക് ഷൂട്ടപ്പ് ആവുകയാണ് ചെയ്തത്. ജസ്റ്റ് മൈന്യൂട്ട് പോയിന്റിനാണ് ഇന്ന് എസ് എൽ ഹിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഓർഡർ ബുക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്നത്തെ ട്രെൻഡ് ഡീറ്റെയിൽസ്. നിയർലി 1300 സംതിങ് ആണ് നമ്മൾ ഇന്ന് ലോസ് ബുക്ക് ചെയ്തത്. ഓർഡർ ബുക്ക് 936 ക്യാൻഡിൽ ക്ലോസിലാണ് ട്രേഡ് എടുത്തത്. 25,800 കോൾ ഓപ്ഷൻ ആയിരുന്നു ട്രേഡ് ചെയ്തത്. ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. ഈ ക്യാൻഡിൽ ട്രേഡ് എടുത്തു. 5 മിനിറ്റിന്റെ 2 ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ എസ് എൽ ജസ്റ്റ് ഒന്ന് സീപ്പ് ചെയ്തു. അതിനുശേഷം ടാർഗറ്റിലേക്കാണ് മൂവ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് ഷൂട്ടപ്പ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ട്രേഡ് എസ് എൽ ഹിറ്റ് ചെയ്തു. സോ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് വെച്ചു. വേറെ ട്രേഡ്സ് ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽസ്. സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെക്കുക. റിസ്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് മാത്രം ബെയർ ചെയ്യാം. ഓക്കെ. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. പ്രീവിയസ് ഡേ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തത്. നമുക്ക് ഈ ലൈൻസ് ഒന്ന് റീഡ്രോ ചെയ്യാം. 50 മിനിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതാണിപ്പം നിഫ്റ്റിയുടെ സ്ട്രക്ചർ വരുന്നത്. നമുക്ക് ലൈൻസ് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. ഡേ ഹൈയിൽ നമുക്കൊരു സോൺ കൺസിഡർ ചെയ്യാം. ദെൻ ഡേ ലോയും കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു ലൈന് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ. ദെൻ അപ്സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് ബിലോ ആയിട്ട് ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. ഓക്കെ. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മോർണിംഗ് ഡയറക്ഷൻ കിട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലൈൻസ് റീഡ്രോ ചെയ്യാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.